പലർക്കുള്ള ഒരു സംശയമാണ്. ഈ വയറിന്റെ എക്സസൈസ് ചെയ്താൽ കുടവയർ കുറയുമോ? ക്രഞ്ചസ് പോലെയുള്ള വയറിന്റെ എക്സർസൈസുകൾ നമ്മുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്ന നല്ല എക്സർസൈസുകൾ തന്നെയാണ്. എന്നാൽ കുടവയർ കുറയ്ക്കാൻ അവ മാത്രം ചെയ്താൽ മതിയാകില്ല. കുടവയറും ശരീരഭാരവും കുറയ്ക്കാനും ജീവിതശൈലി രോഗങ്ങൾ തടയാനും നമ്മൾ എക്സർസൈസ്, ഡയറ്റ്, സ്ലീപ്പ്, സ്ട്രെസ് അങ്ങനെ പല ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതിനുവേണ്ടി ചെയ്യേണ്ട എക്സർസൈസുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു മുന്നറിയിപ്പുണ്ട്. ഈ ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ ഒരു കാർഡിയോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം വർക്കൗട്ടുകൾ പ്ലാൻ ചെയ്യുക. 3 തരം വർക്കൗട്ടുകളുള്ള ഒരു ഹൈബ്രിഡ് മോഡലാണ് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഹിറ്റ് അഥവാ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ്. ഇതിൽ നമ്മൾ നല്ല കായികാധ്വാനം വേണ്ട എക്സർസൈസുകൾ കുറച്ച് സമയത്തേക്ക് ചെറിയ ചെറിയ ഇടവേളകൾ എടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ആദ്യം ഒരു 30 സെക്കൻഡ് നമ്മൾ ഓട്ടം, സൈക്ലിംഗ്, ബർപ്പീസ്, ജമ്പിംഗ് ജാക്സ് മുതലായ എക്സർസൈസുകൾ ഏതെങ്കിലും മാക്സിമം എഫേർട്ടിലും വേഗതയിലും ചെയ്യും. പിന്നെ 60 സെക്കൻഡ് വളരെ ലഘുവായ നടത്തം പോലെയുള്ള പ്രവൃത്തി ചെയ്യും. വീണ്ടും അടുത്ത 30 സെക്കൻഡ് ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു 5 മുതൽ 8 തവണ വരെ ഈ സൈക്കിൾ ആവർത്തിച്ച് ചെയ്യണം. തുടക്കത്തിൽ മൊത്തം വർക്കൗട്ട് സമയം ഏകദേശം 10 മുതൽ 15 മിനിറ്റ് മതിയാവും. ഭാവിയിൽ നിങ്ങളുടെ കായികക്ഷമത അനുസരിച്ച് നിങ്ങൾക്ക് ഈ സമയം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ആഴ്ചയിൽ 2-3 ദിവസം ഈ രീതിയിലുള്ള ഹിറ്റ് എക്സർസൈസ് ചെയ്യുക. അടുത്തത് സോൺ 2 എയറോബിക് എക്സർസൈസ് ആണ്. ചെറിയ വേഗതയിലുള്ള നടത്തം ഇതിന് വളരെ നല്ലൊരു ഉദാഹരണമാണ്. നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കഷ്ടിച്ച് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേ നടക്കാൻ പാടുള്ളൂ. സംസാരിക്കാനായി നിന്നിട്ട് ശ്വാസം വലിച്ചെടുക്കുന്ന രീതിയിലേക്ക് അത് ബുദ്ധിമുട്ടാകാനും പാടില്ല. എന്നാൽ പാട്ട് പാടാൻ പറ്റുന്ന രീതിയിൽ അത്ര ലളിതമാകാനും പാടില്ല. ഇങ്ങനെ തുടർച്ചയായി ശ്രദ്ധിക്കുക, തുടർച്ചയായി 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കും. ആഴ്ചയിൽ 5 ദിവസം ഈ വർക്കൗട്ട് ചെയ്യാം. അവസാനത്തേത് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. ഡംബൽ പോലെയുള്ള വെയിറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് തന്നെയോ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. ഒരുപാട് മസിലുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ക്വാറ്റ്, ലഞ്ചസ്, പുഷപ്പ്, പുൾ എക്സർസൈസുകൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. ആഴ്ചയിൽ 2-3 ദിവസം അപ്പർ ബോഡി, ലോവർ ബോഡി, ഫുൾ ബോഡി എന്നീ ക്രമത്തിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് നിങ്ങൾക്ക് ഒരു ജിമ്മിൽ നിന്ന് ട്രെയിനറുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയോ ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കലായ ഒരു സമയക്രമം പറയുകയാണെങ്കിൽ സോൺ 2 എക്സർസൈസ് നിങ്ങൾക്ക് രാവിലെയും മറ്റ് 2 എക്സർസൈസുകൾ മാറി മാറി വൈകുന്നേരവും ചെയ്യാവുന്നതാണ്. ഒരു ഫുൾ വീക്കിലെ വർക്കൗട്ട് ഷെഡ്യൂൾ വേണമെന്നുള്ളവർ വർക്കൗട്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിലും മൊത്തത്തിലുള്ള ആരോഗ്യത്തിലും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. നമ്മുടെ നാട്ടിലെ